ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പാർട്ടി വിമർശനം ഉന്നയിച്ചാൽ അത് മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്നും RSകാരെ പറ്റി ഞങ്ങൾ വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPM-നെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഇപ്പോഴും ശക്തിയായിട്ട് വരികയാണ്. ഞങ്ങളിതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിലെ വളരെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി SDP. മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും സെക്യുലർ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. അങ്ങനെയല്ലാത്ത ഹിന്ദു വർഗീയവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായ RSനെ പോലെ മുസ്ലിം വർഗീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ഒപ്പം ചേർന്ന് ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ SDP നിൽക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോൾ കോൺഗ്രസ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDF-ഉം ജമാഅത്തെ ഇസ്ലാമും ആണ് എന്നുള്ളതാണ്. അപ്പോൾ UDF എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിൻ്റെ അകത്തും വരും, ലീഗിൻ്റെ അകത്തും വരും. മുസ്ലിം ലീഗ് വർഗീയതക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് UDF-ന്റെ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഇതേവരെ എതിർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനും എതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഇതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല, അന്നും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോൾ ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ അകത്തും ജമാഅത്തെ ഇസ്ലാമിയും SDP-യും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരും. ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇതേ ഞാനീ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയിൽ മുമ്പിലും പിമ്പിലും അണിനിരുന്നവർ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടാണല്ലോ. വിജയരാഘവൻ പറഞ്ഞത് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അത് തന്നെയാണ് കണ്ടത്. ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉള്ളതാണ്. ന്യൂനപക്ഷ സ്നേഹം അന്നും ഇന്നും ഉള്ളതാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർഗീയവാദികളൊന്നുമല്ല. ന്യൂനപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് നിങ്ങൾ അവിടെ ആരാ പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പർ അവകാശപ്പെടാനൊന്നും ജമാഅത്തെ ഇസ്ലാമിന് അവകാശമില്ല, SDP-യും ഇല്ല. അതൊരു ചെറിയ ന്യൂനപക്ഷമാണ്.
അപ്പോൾ ശരിയായ രീതിയിൽ അവിടെ മഹാഭൂരിപക്ഷം വരുന്നതും മുസ്ലിം സമുദായത്തിൽ സെക്യുലറാണ്, മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരാണ്. ആ ഉള്ളടക്കത്തെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിശക്തിയായി ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും നിശ്ചിതമായ വിമർശനത്തിന് വിധേയപ്പെടുത്തുന്നത്. 26-ലെ നിയമസഭാ മുന്നിൽ കണ്ട ഒരു 87-ലെ സ്ട്രാറ്റജിയാണോ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്? ഞങ്ങളിപ്പോൾ ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതെന്താ പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും, ഈ രണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പണ്ട് പറഞ്ഞ പോലെയല്ല, കോൺഗ്രസും ലീഗും ന്യൂനപക്ഷ വർഗീയതയെ സഖ്യകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിഷയം അതല്ലല്ലോ പക്ഷേ, ഇപ്പൊ നാളെ പാർലമെന്റിൽ അമിത്ഷായോ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിനെ ആക്രമിക്കാൻ വിജയരാഘവൻ ഈ പ്രസ്താവന എടുത്ത് ഉപയോഗിച്ചാൽ അതിന് CPM ഉത്തരവാദിത്വമില്ലേ? ഇല്ല, ഞങ്ങൾ ഉത്തരവാദിത്വം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, വർഗീയവാദികളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇവരെല്ലാം ജയിച്ചത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ജയിച്ചത് ലീഗ് മാത്രമല്ല, ലീഗിന്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമുണ്ട്. 5, 10, 15,000 വോട്ടുണ്ട് അവർക്ക്. അവർ മത്സരിച്ചിട്ടില്ല, അവർ പൂർണ്ണമായിട്ട് ഇവരൊപ്പം നിൽക്കുക ചെയ്തേ. അതുകൊണ്ടാണ് ഇവർക്ക് 1,00,000 വോട്ട് ഭൂരിപക്ഷം. അല്ലാണ്ട് വെറുതെ കിട്ടിയതല്ല ഭൂരിപക്ഷം. UDF-ന്റെ ഭൂരിപക്ഷമല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ SDP-യുടെയും അതാണ് ഭൂരിപക്ഷം ഇവരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ. അത് പിന്നെ അത് മറന്നു പോകണ്ട. അത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തീരുമാനിക്കാനേ പാടില്ല. കാരണം അതല്ല രഹസ്യ വോട്ടല്ലേ, രഹസ്യ വോട്ടല്ലേ, അതിന് പറയാൻ പറ്റും ഇന്നാൾ ചെയ്തു. വന നിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് വലിയ അമർഷ പ്രതിഷേധം അറിയിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നു. അതിൽ മാറ്റം വരുത്താൻ അതൊക്കെ ഗവൺമെന്റ് തലത്തിൽ ആവശ്യമായ നിലപാട് അവർ സ്വീകരിക്കട്ടെ. അതെ, അതന്നെ ഞാൻ പറയുന്നത്. അത് ഗവൺമെന്റ് എന്ന രീതിയിൽ കാണുകയും ചർച്ച ചെയ്യുകയും ആവശ്യമായ രീതിയിലുള്ള പരിഹാരം കാണുകയും ചെയ്യട്ടെ. പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അത് നിങ്ങളിപ്പം കേരള കോൺഗ്രസിനെ പറ്റിയല്ലേ പറയുന്നത്. കേരള കോൺഗ്രസും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. അല്ല, ഇപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നർത്ഥം. ഞങ്ങൾ നിലപാടെന്താണെന്ന് വ്യക്തമാക്കി. അത് വിജയരാഘവനായാലും MP ഗോവിന്ദനായാലും എല്ലാം കണക്ക് തന്നെയാണ്. ഞങ്ങളുടെ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും UDF-ന്റെ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു. അപ്പോൾ അവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് അവർ ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനകത്ത് അതിന്റെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്, ഉറപ്പായിട്ട് വരുമല്ലോ, വരട്ടെ. പക്ഷേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ദേവസ്വങ്ങളാണ് പൂരം കരക്കിയെന്ന്. അങ്ങനെ അഭിപ്രായം CPM-നുണ്ടോ? അല്ല, റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ. പരിശോധിക്കാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. അതെ, അത് പരിശോധിച്ചില്ല, ഞങ്ങൾ പരിശോധിച്ചില്ല. പുറത്ത് വന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല, പുറത്ത് വന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അല്ല, അകത്ത് വന്ന ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഞങ്ങളെന്താ പാർട്ടിക്ക് എങ്ങനെ കിട്ടുക? ഇല്ല, പാർട്ടി കിട്ടിയില്ല. അതൊക്കെ ചർച്ച, അതിലൊന്നും തിരിപിടിക്കണ്ട. നമുക്ക് അടുത്ത പൂരാകുമ്പോഴേക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് പോയാൽ മതിയല്ലോ. അത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ആനപ്രശ്നം തീർന്നല്ലോ. ശരി.